പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം അനുവദിച്ച ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്ക് കർത്താവിൻ്റെ വചനം മർക്കോസിൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ആയിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 29 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 30 മുതൽ ഉള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കൃപ ഈ വചനഭാഗം മനസ്സിലാക്കാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ ഭാഗം മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. യേശുവിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാവാൻ അല്പം കൂടി നമുക്കൊരു ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമുണ്ട്. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നു തരണം, ആന്തരിക നേത്രങ്ങളെ തുറന്നു തരണം. വചനം മനസ്സിലാക്കാൻ ഉള്ളിൽ നിന്ന് ഒരു വാതിൽ തുറക്കപ്പെടണം. എൻ്റെ പരിശുദ്ധാത്മാവാണത് തരുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് അത് തരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ സാധാരണ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല വചനം. കേൾക്കുമ്പോൾ എല്ലാം വളരെ നിസ്സാരമായിട്ട് തോന്നും, കേൾക്കുമ്പോൾ ഒക്കെ വളരെ സാധാരണമായിട്ട് തോന്നും, നമുക്ക് അറിയാവുന്നതാണല്ലോ എന്ന് തോന്നും. പക്ഷേ ആത്മാവ് ഒരാളുടെ കണ്ണ് തുറന്നു കൊടുത്താൽ എന്ത് സംഭവിക്കുന്നറിയാമോ? അയാൾക്ക് മറ്റൊരാൾ വചനം ബുദ്ധിയിൽ മനസ്സിലാക്കുന്നതിനേക്കാൾ വ്യക്തതയോടെ ആത്മാവിൽ വചനം കേൾക്കുമ്പോൾ ഉണർവുണ്ടാവും. അത് ബുദ്ധി കൊണ്ട് കേൾക്കുന്നവനും ആത്മാവിൽ വചനം സ്വീകരിക്കുന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഈ തലയ്ക്കകത്ത് ഇത് മനസ്സിലായി കിട്ടുകയല്ല, ആത്മാവിലാണിത് മനസ്സിലാവേണ്ടത്. ആത്മാവിൽ ഇത് മനസ്സിലാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപാട് കിട്ടണം. ആത്മാവ് വാതിൽ തുറന്നു തരണം. അതെവിടെ തുറക്കേണ്ടതെന്നറിയാമോ? ഈ തലയിലല്ല, ഈ അകത്ത് ഒരു വാതിൽ തുറന്നു തരണം. അപ്പോൾ എന്തറിയാം, ഈ ഏത് വചനമാണെങ്കിലും ആ വചനം പെട്ടെന്ന് നമ്മളിൽ ഉള്ളിൽ കത്തും. അതെന്താണോ ആത്മാവ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു ആൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പോലെയോ അല്ല, അതിനേക്കാൾ ആഴമായിട്ട് മനസ്സിലാക്കി തരുന്ന ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം വചന പഠനത്തിൽ നടക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അധ്വാനം എല്ലാം പാഴ്വേലയാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, പല ആളുകൾക്കും തോന്നും ഇതെനിക്ക് മനസ്സിലായെന്ന് തോന്നും. പക്ഷെ മനസ്സിലായെന്ന് എങ്ങനെയാണ് അവർ മനസ്സിലായെന്ന് മനസ്സിലാക്കുന്നത്? ബുദ്ധിയിലാണ്. ബുദ്ധി മനസ്സിലായെന്നാണ് പറയുന്നത്. അച്ഛൻ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, അതല്ല വേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് വേണ്ടത് ബുദ്ധിയിൽ ഇതൊക്കെ അത് ആർക്ക് ഇത് കേൾക്കുന്ന ആർക്ക് ഇതൊക്കെ മനസ്സിലാവും. പക്ഷെ ബുദ്ധിയിലല്ല, മറിച്ച് ആത്മാവിൽ ഇതൊക്കെ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്നറിയാം, ഞാനിത് ഓരോന്നും ഇരുന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വായിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ അനുഭവിക്കുന്ന, എൻ്റെ ആത്മാവിൽ അലതല്ലുന്ന വലിയൊരു ആനന്ദമുണ്ട്. അതെനിക്ക് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ആനന്ദം എനിക്ക് പലപ്പോഴും സംശയമുണ്ട്. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണ്, ദൈവമേ ഇതൊക്കെ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണർത്തുന്ന ഒരു ആനന്ദം, ഒരു തിരിച്ചറിവ് കർത്താവേ ഇത് കേൾക്കുന്നവർക്കും ഉണ്ടാവണം. അപ്പോൾ അത് കേൾക്കാൻ എന്ത് സംഭവിക്കണം? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാവരം തുറക്കപ്പെടണം. അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും അറിഞ്ഞുകൂടാ, വാക്കുകൾക്കൊന്നും അത് പറഞ്ഞു തരാൻ പറ്റില്ല. അത് പരിശുദ്ധാത്മാവ് സഹായിക്കണം. ഹല്ലേലൂയാ. അപ്പോൾ ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് ഭാഗം? മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള ഭാഗം, അല്ലെ 30 മുതലുള്ള ഭാഗം. ഈ 6-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 6:33 മുതൽ 8:26 വരെ. 6-ാം അധ്യായത്തിൻ്റെ, ശരിക്കും കേട്ടോണം, 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം വരെ. ഈ 3 അധ്യായങ്ങൾ, 6, 7, 8 അധ്യായങ്ങൾ, ഇതറിയപ്പെടുന്നത് ബ്രെഡ് സെക്ഷൻ എന്നാണ്. അപ്പത്തിൻ്റെ സെക്ഷൻ, അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം, ബ്രെഡ് സെക്ഷൻ എന്നാണ് ഇതിനെ ബൈബിള് വ്യാഖ്യാനിക്കുന്നവർ ഈ ഭാഗത്തെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് വേഗം മനസ്സിലാക്കാൻ നമ്മളെയും സഹായിക്കും. ബ്രെഡ് സെക്ഷൻ 6-ാം അധ്യായത്തിൻ്റെ
33 വാക്യം മുതൽ 8 അധ്യായത്തിൻ്റെ 26 വാക്യം വരെ പറയുന്നത് എന്താണ്? ബ്രെഡ് സെക്ഷൻ. എന്തെന്താ അങ്ങനെ പറയുന്നതറിയാം? 17 തവണ ഈ ഭാഗത്ത് അപ്പം എന്ന് പറയുന്നൊരു വാക്ക് ആവർത്തിക്കുന്നുണ്ട്. 17 തവണ. എന്നിട്ട് ഇതിനകത്ത് ഒരിടത്ത് പറയുന്നുണ്ട് അപ്പത്തെക്കുറിച്ച്. 6 അധ്യായത്തിൻ്റെ 52 വാക്യം, അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. സൂക്ഷിച്ച് കേൾക്കണം. ഈ ഭാഗത്ത് അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചാൽ, അപ്പത്തെക്കുറിച്ച് മനസ്സിലായാൽ, അപ്പത്തെക്കുറിച്ചുള്ള നിഗൂഢത വെളിപ്പെട്ട് കിട്ടിയാൽ യേശുവിനെക്കുറിച്ച് മനസ്സിലാവും. അതാണ് ഈ ഭാഗത്തിൻ്റെ ബന്ധം. മനസ്സിലായോ? അപ്പത്തെക്കുറിച്ച് മനസ്സിലായാൽ ആരെക്കുറിച്ച് മനസ്സിലാവും? യേശുവിനെക്കുറിച്ച്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മർക്കോസ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്? മർക്കോസ് എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്? യേശു ആരാണ്? മർക്കോസിന് പറഞ്ഞു തരണം. പീഡാനുഭവത്തിൻ്റെ മുൾവഴികളിലൂടെ നടന്നുപോയ ഒരു ജനതയോട്, റോമൻ ചക്രവർത്തിമാരുടെ കിരാത പീഡനങ്ങൾക്ക് വിധേയരാകുന്ന വിശ്വാസി വൃന്ദത്തോട് കുതിരവാലിൽ കെട്ടി അലക്സാണ്ട്രിയയുടെ തെരുവുകളിലൂടെ വലിച്ചിഴയ്ക്കപ്പെട്ട മർക്കോസ് പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു തരികയാണ്, ആരാണ് യേശു? ആരാണ് യേശു എന്ന് മനസ്സിലാക്കിയാലേ ആ യേശുവിന് വേണ്ടി മരിക്കാൻ പറ്റൂ. ആരാണ് യേശുവെന്ന് മനസ്സിലാക്കിയാലേ ആ യേശുവിന് വേണ്ടി സഹിക്കാൻ പറ്റൂ. ആരാണ് യേശുവെന്ന് മനസ്സിലാക്കിയാലേ ആ യേശുവിനെ ആരാധിക്കാൻ പറ്റൂ. അപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് യേശുവിനെ ശരിക്കും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തിൽ മരിക്കും. യോഹന്നാൻ 8:24 ഞാൻ വായിക്കാം. യോഹന്നാൻ 8:24 കേട്ടോ. ഈ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യോഹന്നാൻ 8:24. ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചേ, മർക്കോസ് എന്ത് പറഞ്ഞു തരാനാണ് ആഗ്രഹിച്ചത്? യേശു ആരാണ്? യേശു ആരാണെന്നാണ് മർക്കോസ് പറഞ്ഞത്? യേശു ദൈവപുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ യേശു ദൈവമാണ്. മർക്കോസ് പറഞ്ഞു തരാൻ പോകുന്നത് എന്താണ്? യേശു ദൈവമാണ്. ആ യേശു ദൈവമാണെന്ന് മർക്കോസ് വ്യാഖ്യാനിക്കുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് അത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അപ്പത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ്. അപ്പത്തെക്കുറിച്ച് മനസ്സിലായാൽ യേശു ആരാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അപ്പത്തെക്കുറിച്ച് അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നതുകൊണ്ട് മർക്കോസ് ഇവിടെ പറയുകയാണ്, അവർ അപ്പത്തെക്കുറിച്ച് ഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് യേശുവിനെ കുറിച്ച് മനസ്സിലായില്ല. നമുക്ക് അങ്ങനെ ആവരുത്. ഇത് പഠിക്കുമ്പോൾ അപ്പത്തെക്കുറിച്ച് മനസ്സിലാവണം. അപ്പത്തെക്കുറിച്ച് മനസ്സിലായാൽ നിനക്ക് ആരെ മനസ്സിലാവും? യേശുവിനെ മനസ്സിലാവും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് അപ്പത്തെക്കുറിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇത് ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 6:33 മുതൽ 8:26 വരെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അപ്പോൾ 17 തവണ അപ്പം എന്ന് പറയുന്ന വാക്ക് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിനി പഠിച്ചാലോ? ആ ഭാഗത്തേക്ക് പോയാലോ? മർക്കോസ് 6:30 മുതൽ നമുക്ക് വായിക്കാം. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ഒന്നുകൂടെ വായിക്കാം, പശ്ചാത്തലം കേട്ടെ. അപ്പസ്തോലന്മാർ യേശുവിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിച്ചു. എന്താണ് അവർ ചെയ്തതും പഠിപ്പിച്ചതും ഒക്കെ? തൊട്ട് മുമ്പത്തെ ഭാഗത്ത് ഈശോ അപ്പസ്തോലന്മാരെ അയച്ചു. യാത്രയ്ക്ക് പോകുമ്പോൾ വടിയോ സഞ്ചിയോ ഒന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനുമായിട്ട് അപ്പസ്തോലന്മാരെ അവൻ 12 പേരെ അടുത്ത് വിളിച്ച് 2 പേരെ വീതം അയച്ചു. എവിടെ നമ്മൾ വായിക്കുന്നത്? 6-ാം അധ്യായത്തിൻ്റെ 10, 7, 8, 9 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കണ്ടതാണത്. അപ്പോൾ അപ്പസ്തോലന്മാർ പോയിട്ട് അവർ തിരിച്ചു വന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അവർ ഈശോയോട് തങ്ങൾ ചെയ്തതും പഠിപ്പിച്ചതും അറിയിക്കുകയാണ്.
സന്തോഷമായിട്ട് പറയുകയാണ്, കർത്താവേ ഞങ്ങൾ രോഗികളെ സുഖപ്പെടുത്തി, പിശാചുകളെ ബഹിഷ്കരിച്ചു, ഞങ്ങൾ ആ സ്ട്രീറ്റിൽ വചനം പ്രസംഗിച്ചു, ആ ഗ്രാമത്തിൽ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു, ഇതെല്ലാം പറയുകയാണ്. അപ്പോൾ അപ്പസ്തോലന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈശോയുടെ അടുത്ത് ഒത്തിരി ആളുകൾ വരികയും പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി ഇവരെല്ലാവരും തന്നെ നല്ല ആരോഗ്യവാന്മാരാണോ ക്ഷീണിതരാണോ? അവർ ക്ഷീണിച്ചിരിക്കുകയല്ലേ. കാരണം എന്താണ്? അവരൊരു വലിയ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വലിയൊരു ധ്യാനം, കൺവെൻഷൻ, 10 ദിവസത്തെ കൺവെൻഷൻ, 25 ദിവസത്തെ കൺവെൻഷൻ, 1 മാസത്തെ സുവിശേഷ യാത്ര കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല മടുത്ത് വന്നിരിക്കുകയാണ് അല്ലേ? നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മടുത്ത് വരുന്നത് പോലെ മടുത്ത് വന്നിരിക്കുകയാണ്, തളർന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് തളർന്ന് വന്നു കഴിയുമ്പോൾ കർത്താവിൻ്റെ അടുത്തുനിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇച്ചിരി ഭക്ഷണം കഴിക്കണം. കർത്താവൊന്ന് ഫ്രീ ആയാലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റും. കർത്താവ് ഫ്രീ ആവുന്നില്ല. കർത്താവിൻ്റെ അടുത്ത് ആളുകൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി ശിഷ്യന്മാർക്ക് ഇച്ചിരി വിശ്രമം ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. തീക്ഷ്ണമായ ഒരു അധ്വാനത്തിന് ശേഷം, കഠിനമായ ഒരു അധ്വാനത്തിന് ശേഷം അല്പം വിശ്രമം എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഓർത്തിരിക്കണം. തിരക്ക് വലിയ അപകടമാണ്. വലിയ തിരക്ക് വലിയ അപകടമാണ്. ഈ തിരക്കിനിടയിൽ ഒരു കാര്യം ഓർത്തോണം, വിശ്രമിക്കാൻ സമയം വേണം. വിശ്രമിക്കാൻ എന്താണ് വിശ്രമം? ശരീരത്തിന് വിശ്രമം വേണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം, അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ സുവിശേഷ യാത്രക്കിടയിൽ കർത്താവ് തന്നെ അപ്പസ്തോലന്മാർക്ക് ഇച്ചിരി വിശ്രമം വേണം. കർത്താവ് അത് മനസ്സിലാക്കി. അപ്പോൾ അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങളൊരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. ഇതൊരു ശരീരത്തിൻ്റെ വിശ്രമം മാത്രമാണോ? അല്ല, ഒരു പ്രധാനപ്പെട്ട വിശ്രമം ഉണ്ട്. അത് കേട്ടോണം. പ്രധാനപ്പെട്ടൊരു വിശ്രമമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പഴയ നിയമത്തിൽ അറിയാം, പുതിയ നിയമത്തിൽ ഹെബ്രായ ലേഖനത്തിലൊക്കെ ദൈവം തൻ്റെ ജനത്തിന് തരും എന്ന് പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത ഒരു വിശ്രമമുണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കി. എന്താണ് ഈ വിശ്രമം? എന്താ ശരിക്കും റെസ്റ്റ് എന്നറിയാമോ? നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. എന്താ റെസ്റ്റ്? ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതായത് ദൈവം തൻ്റെ ജനത്തിന് നൽകുമെന്ന് പറയുന്ന ഒരു വിശ്രമം. ഞാൻ ഒരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ, ഹെബ്രായ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഹെബ്രായർ 4:1, അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. കണ്ടോ, വിശ്രമം. അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കും. അതായത് ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. എന്താണ് വാഗ്ദാനം? ഇപ്പം നിനക്ക് നിൻ്റെ മേൽ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. എന്താണ് വാഗ്ദാനം? ദൈവം നിനക്ക് വിശ്രമം തരും. ആ വിശ്രമം എന്താണെന്ന് ഞാൻ പറയാൻ പോണേ. റെസ്റ്റ്. ദൈവം നിന്നോട്, ഇപ്പം ഞാൻ നിന്നോട് പറയണടാ, നീ പോയി കുറച്ച് റെസ്റ്റ് എടുത്തോ അല്ലേ? അപ്പോൾ ആ റെസ്റ്റല്ല, ദൈവം തരുന്ന ഒരു റെസ്റ്റുണ്ട്. ഇത് കേട്ടോണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം തരും റെസ്റ്റ്. ദൈവം എങ്ങനെ റെസ്റ്റ് തരുന്നതെന്ന് അറിയാമോ? സങ്കീർത്തനത്തിൽ വചനമുണ്ട്, തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് തരും. കർത്താവ് തരും. കർത്താവ് തരുന്ന ഒരു റെസ്റ്റുണ്ട്. അതെന്താണെന്നറിയാമോ? എന്താ അത്? കർത്താവ് തരുന്നൊരു റെസ്റ്റ് അവൻ്റെ സന്നിധിയിൽ, അവൻ്റെ അടുത്ത് വേറെ ഒരു ഭാരവും ഇല്ലാതെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു വിശ്രമം. ഇതാണ് ദൈവം തരുന്ന വിശ്രമം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. എന്തെന്നറിയാം? കർത്താവ് ഇടിരിക്കുകയാണ്. ഇത് ശരിക്കും കേട്ടോണേ. കർത്താവ് ഇടിരിക്കുകയാണ്. കർത്താവ് ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് എല്ലാം മറന്ന്, ഭാര്യയെക്കുറിച്ച് ചിന്തയില്ല, ഭർത്താവിനെക്കുറിച്ച് ചിന്തയില്ല, മക്കളെക്കുറിച്ച് ചിന്തയില്ല, ജോലിയെക്കുറിച്ച് ചിന്തയില്ല, ബോസിനെക്കുറിച്ച് ചിന്തയില്ല, ചെയ്യാനുള്ള ആ വർക്ക് ലോഡിനെ കുറിച്ചുള്ള ചിന്തയില്ല, ഓടിത്തീർക്കാനുള്ള യാത്രകളെ കുറിച്ചുള്ള ചിന്തയില്ല. ഇതൊന്നും ഇല്ലാതെ കർത്താവിൻ്റെ അടുത്ത് 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ സമാധാനമായിട്ടിരിക്കാനുള്ള ഒരനുഭവം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് റെസ്റ്റ്, വിശ്രമം. എന്താണെന്നറിയാം? അത് 3 വാക്ക് ശ്രദ്ധിച്ച്: വിശ്വാസം, വിശ്വാസം, ശരണം, സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്താ റെസ്റ്റ് എന്നറിയാമോ?
പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഒരു കടൽ ഇളകി, ഒരു സുനാമി ഇളകി ഇവിടെ വന്നാലും എൻ്റെ കൂടെ കർത്താവുണ്ട്. വിശ്വാസം. ശരണം എന്ന് പറഞ്ഞാൽ എന്തറിയാമോ? കർത്താവേ, ലോകം മുഴുവൻ എതിരായാലും ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു, അങ്ങെന്നെ കളയില്ല. ശരണം. സ്നേഹം എന്തെന്നറിയാമോ? ലോകം മുഴുവൻ കൈവിട്ടപ്പോഴും കൈവിടാത്ത നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത് മൂന്ന് ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അയാൾ കർത്താവിൻ്റെ അടുത്ത് സമാധാനത്തോടെ ഇരിക്കുന്നതിൻ്റെ പേരാണ് വിശ്രമം. ഈശോ പറയാണ്, വാ വിശ്രമിക്കാം, വാ നമുക്ക് വിശ്രമിക്കാം. നിങ്ങളുടെ ഈ തലേന്നുള്ള ഭാരമെല്ലാം കള. എന്തിനാ പേടിക്കുന്നേ? ഇങ്ങനൊരു വാക്യമുണ്ട്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തിനു പേടിക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറൊരു വാക്യമുണ്ട്, എന്തെന്നറിയാം? എൻ്റെ അടുത്ത് നിന്ന് ആരും അവരെ പിടിച്ചെടുക്കില്ല. നമുക്കെന്താ വേണ്ടേ? എന്നെ കേൾക്കുന്ന അപ്പച്ച, അമ്മച്ചി, ചേട്ടാ, ചേച്ചി, പ്രശ്നമെല്ലാം ഉണ്ട്, എനിക്കറിയാം. നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങളുടെ ജോലി പോയിരിക്കുകയാണ്, എനിക്കറിയാം. നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, കടബാധ്യത 25 ലക്ഷം, 30 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 10 കോടി കടമുണ്ട്. അച്ഛനത് അറിയാത്ത രീതിയിലല്ല സംസാരിക്കുന്നത്, അറിയാം. മകനെ ഓർത്ത് ഭാരമുണ്ട്, മകളെ ഓർത്ത് ഭാരമുണ്ട്, എല്ലാം അറിയാം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആത്യന്തികമായിട്ട് എന്താ വേണ്ടേ? ഇതെല്ലാം പരിഹരിക്കപ്പെടണം, വേണം. അതിനേക്കാളുപരി നമുക്ക് എന്താ വേണ്ടേ? നിത്യജീവൻ. മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് നഷ്ടപ്പെടില്ല. എൻ്റെ കർത്താവിൻ്റെ അടുത്ത് അത് നിത്യമായി വാഴും. ആ ഉറപ്പ് യേശുവിനുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇതൊക്കെ മാറും. ബാക്കിയൊക്കെ വിട്, അവൻ്റെ അടുത്തിരിക്കുക. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്രമം ഉണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആയിരക്കണക്കിന് ഭക്തന്മാർ ലോകത്തിലുണ്ട്, ആയിരക്കണക്കിന്. പക്ഷേ ഈ വിശ്രമം കിട്ടിയവർ 2 or 3 ഉള്ളൂ. ഞാൻ 10,000കണക്കിന് മനുഷ്യരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വിശ്രമം കിട്ടിയവരെ വിരലിലെണ്ണാവുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഭക്തര് കോടിക്കണക്കിനുണ്ട്. ഈ വിശ്രമം കിട്ടിയവർ 1 or 2 പേരെ കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? പാവപ്പെട്ട ചില അമ്മച്ചിമാരുണ്ട്, പാവപ്പെട്ട ചില അമ്മച്ചിമാർ ഈ വിശ്രമം കിട്ടിയവരാ. എന്ത് മല ഇളകി തകർന്ന് വരട്ടെ, അവരെന്ത് ചെയ്യും? അവർ കുലുങ്ങില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം തൻ്റെ ജനത്തിന് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത വിശ്രമം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ഇതൊക്കെ വായിച്ചു നോക്കണം. അവിടെയൊക്കെ ദൈവം തൻ്റെ ജനത്തിന് തരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു വിശ്രമമുണ്ട്. അപ്പോൾ അതാണ് ഈ ഭാഗത്ത് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ എന്തെന്നറിയാമോ? ഈശോയുടെ അടുത്ത് പോയിരിക്കാനുള്ള ഒരു മനസ്സ്, ഈശോയുടെ അടുത്ത് പോയിരിക്കാനുള്ള ഒരു മനസ്സ്, കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് വിശ്രമം. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇങ്ങനെ കർത്താവ് പറയുകയാണ്, അപ്പസ്തോലന്മാരോട് പറയുകയാണ്, അനേകം ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് ഒഴിവ് കിട്ടിയിരുന്നില്ല. അതിനാൽ അവൻ പറഞ്ഞു, നിങ്ങൾ ഒരു വിജനസ്ഥലത്തേക്ക് വരുവിൻ, അല്പം വിശ്രമിക്കാം. അവർ വഞ്ചിയിൽ കയറി ഒരു വിജനസ്ഥലത്തേക്ക് പോയി. വിജനസ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മരുഭൂമി, ഒരു ഒഴിഞ്ഞ സ്ഥലം, അവിടേക്ക് പോയി, വിജനസ്ഥലത്തേക്ക് പോയി. പലരും അവരെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു. എല്ലാ പട്ടണങ്ങളിൽ നിന്ന് ജനങ്ങൾ കരവഴി ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. ഇവർ വഞ്ചിയെ കയറിപ്പോയി. മനുഷ്യനായതു കരയ്ക്കൂടോടി അവിടെ എത്തി. പക്ഷെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കരയിൽ കൂടെ പോയാലാണോ വഞ്ചി കൂടെ പോയാലാണോ ആദ്യം എത്തുന്നത്? അല്ല, കരയിൽ കൂടെ പോയാൽ ആദ്യം എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റ് ഭയങ്കര പ്രതികൂലമായ ഒരു കടലാണിത്, ഒരു തടാകമാണിത്. അപ്പോൾ ഇവിടെ സ്പീഡിൽ പോകാൻ പറ്റില്ല, അവർക്ക് പതുക്കെ തുഴഞ്ഞു പോകാൻ പറ്റൂ. കര വഴി ഓടി അതിന് മുമ്പേ എത്താം. ഇത് വലിയ കടലല്ല, നിങ്ങൾ ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഇതൊരു തടാകമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഇവർ പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയൊരു സ്ഥലത്തേക്ക് കരവഴി ഓടി അവിടെ എത്തി. ഇവരവിടെ ചെല്ലുമ്പോഴേക്കും ആളുകളെല്ലാം അവിടെ നിൽക്കുകയാണ്. കരയ്ക്കിറങ്ങിയപ്പോൾ അവനൊരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവന് അനുകമ്പ തോന്നി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഇവിടെ സത്യത്തിൽ എന്താ തോന്നാൻ സാധ്യതയുള്ളത്? അപ്പസ്തോലന്മാരോട് ഈശോ പറഞ്ഞു, നമുക്ക് ഒട്ടും സമയമില്ല, ഒട്ടും റെസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് ഒട്ടും റെസ്റ്റ് ഇല്ല, നിങ്ങൾക്ക് വലിയൊരു മിഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്, അതുകൊണ്ട് വാ നമുക്ക് വിശ്രമിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അവർ മാറി ഒരു സ്ഥലത്തേക്ക്, അവർ മാത്രമായി 13 പേര് മാത്രം ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ 100 കണക്കിന് 1000 കണക്കിന് ആളുകൾ അവരെ അന്വേഷിച്ച് വരുമ്പോൾ അവരോട് എന്നാ തോന്നാൻ സാധ്യതയുള്ളേ? പറ. ഇറിറ്റേഷനല്ലേ? നീരസമല്ലേ? പറ. നീരസമല്ലേ തോന്നും? നീരസേ തോന്നും. ഇവന്മാരെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നല്ലേ തോന്നും. അല്ല, ഞങ്ങൾക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് വേണ്ടേ? രാത്രിയും പകലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതിയോ? ഞങ്ങൾ മനുഷ്യരല്ലേ? ഞാൻ സത്യം പറഞ്ഞ, നിങ്ങൾ ഒരു പുണ്യം ഒരു ചിന്തിക്കേണ്ട. ഞാനാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഈ അവസ്ഥയിലും തോന്നാൻ സാധ്യതയുള്ള എന്താ? നീരസം തന്നെയാണ്. നീരസം തോന്നാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ അനുകമ്പ കാണിക്കുന്നതാണ് കർത്താവിൻ്റെ സ്വഭാവം. അപ്പം നമുക്ക് കർത്താവിൻ്റെ സ്വഭാവം ആണെങ്കിൽ എന്തു ചെയ്യും? അന്നേരം ഈ ജഡത്തിൽ നിന്ന് എന്ത് വരും? നീരസം. ആത്മാവിൽ നിന്ന് എന്ത് വരും? അനുകമ്പ. മനസ്സിലായി? ഇത് നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന വലിയൊരു മേഖലയാണിത്. കാരണം നമുക്ക് ഇറിറ്റേഷനാണ് തോന്നുന്നത്. കാരണം ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവം ഇത് മാത്രമേ നടക്കുന്നുള്ളല്ലോ, ഈ ആളുകൾ ഇങ്ങനെ വരികയും പോയി. പക്ഷെ കർത്താവിന് എന്ത് തോന്നി? അനുകമ്പ തോന്നിയിട്ട് അവിടെ ഒരു വാക്യം പറയുന്നത് ഇതാണ്: അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. എന്താ ഇവിടെ പറയുന്നത് അറിയാം? ഇസ്രായേലിന് സത്യത്തിൽ അപ്പോൾ ഒരു ഇടയനില്ല. രാജാവുണ്ട്, ഹെറോദേസിൻ്റെ അവസ്ഥ നമുക്കറിയാം. അയാൾ ഇങ്ങനെ ഡാൻസൊക്കെ കണ്ട് ഇങ്ങനെ ജീവിക്കുക. ഈ ജനത്തെക്കുറിച്ചൊരു ഭാരമൊന്നും അയക്കില്ല. പിന്നുള്ള ആരാണ്? പുരോഹിതന്മാർ, പരിസേയപ്രമാണിമാർ. അവരിങ്ങനെ കുറച്ച് നല്ലതായിട്ടൊക്കെ ജീവിച്ച് ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞ് അവരൊരു സ്ഥലത്ത് ജീവിക്കും. നിയമജ്ഞർ കുറേ നിയമമൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും പറഞ്ഞ് തോൽപ്പിച്ച് പരാജയപ്പെടുത്തി അങ്ങനെ ജീവിക്കുന്നു. പുരോഹിതന്മാർ അവർക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. കുത്തഴിഞ്ഞ ഒരു മതവ്യവസ്ഥയിൽ, നയിക്കാൻ ആളുകളില്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ സങ്കടമാണ് ഇടയനില്ല. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ, ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. ഇടയനില്ല, നേതാവില്ല, ഒരു ലീഡർഷിപ്പില്ല. ഇത് ഇവിടുത്തെ മാത്രം ഒരു സങ്കടമല്ല. ബൈബിളിലുടനീളം പ്രവാചകന്മാരിലൂടെ ദൈവം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സങ്കടമാണ് ഇടയന്മാരെല്ലാം വഴിതെറ്റിപ്പോയി. ഇടയന്മാർ ശരിക്കും ജനത്തെ വേണ്ടതുപോലെ നയിക്കുന്നില്ല. എസക്കിയേലിലൊക്കെ പറയും. എസക്കിയേൽ 2-3 അധ്യായങ്ങളുണ്ട് പുരോഹിതന്മാർക്കെതിരെ, പ്രവാചകന്മാർക്കെതിരെ. എന്താ അവർ പറയുന്നേ? അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ച് കിട്ടുന്നില്ല, അവർ അശ്രദ്ധമായിട്ടാണ് അവരെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇടയന്മാർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ വിലാപം. അപ്പം അതുകൊണ്ട് അവസാനം ദൈവം എന്ത് ചെയ്യും? മടുത്തിട്ട് കർത്താവ് പറയും, അതുകൊണ്ട് എന്ത് ചെയ്യും? ഇടയന്മാരെ, ഞാനായിരിക്കും ഇനി എൻ്റെ ജനത്തിൻ്റെ ഇടയൻ. ഞാനായിരിക്കും ഇടയൻ. അതുകൊണ്ടാണ് ഈശോ യോഹന്നാൻ 10 പറയും, ഞാനാണ് നല്ല ഇടയൻ. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ നയിക്കാൻ ആരുമില്ല, നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് തരാൻ ആരുമില്ല, ഒരു ദിശാബോധം തരാൻ ആരുമില്ല, എന്നാ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ആരുമില്ല എങ്കിൽ, ഒരു നേതാവില്ലെങ്കിൽ. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു പള്ളിയിലാണ്, അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് വികാരിച്ചം വേണ്ടത്ര രീതിയിൽ ഞങ്ങളെ നയിക്കുന്നൊന്നുമില്ല, ഞങ്ങൾക്കൊരു നല്ല നേതാവില്ല, ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ഉണർവോടെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഉണർവുള്ളൊരു നേതൃത്വം ഇല്ല. എന്ത് ചെയ്യണം? കുറ്റം പറഞ്ഞും ഫേസ്ബുക്കിൽ ചീത്ത പറഞ്ഞും ഇരിക്കുന്നതിന് പകരം നിങ്ങൾ ഒരു വാഗ്ദാനം കിടപ്പുണ്ട്. എന്താണ്? ഒരിടയൻ നിങ്ങളെ നയിക്കുന്നില്ലെങ്കിൽ വേറൊരു വാഗ്ദാനം കിടപ്പുണ്ട്. എന്താണ്? ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരാൾ നിങ്ങൾക്കത് നടത്തി തരുന്നില്ല. നിങ്ങളെന്ത് ചെയ്യും? മേലധികാരിയുടെ അടുത്ത് പോകും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഇടയൻ നിങ്ങളെ വേണ്ട വിധം നയിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ മേലുദ്യോഗസ്ഥനോട് പറയണം, ഒരു വാഗ്ദാനം കിടപ്പുണ്ട്, ഞാനായിരിക്കും അവരുടെ ഇടയൻ. കർത്താവിനോട് പറയണം, കർത്താവേ, ഞങ്ങളെ നയിക്കാൻ ആരുമില്ല, നീ ഞങ്ങളെ നയിച്ചോണം. മനസ്സിലായോ? അപ്പോൾ അല്ലാതെ വികാരിച്ചനോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. യുദ്ധം പ്രഖ്യാപിച്ചാലൊന്നും നന്നാവുന്ന സൈസുകളല്ല ഞങ്ങളൊന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഈ മേളിൽ കയറി പിടിക്കണം.
എന്നോട് വളരെ വളരെയധികം പ്രയാസത്തോടു കൂടി ഒരു മനുഷ്യൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നല്ല രീതിയിൽ ഇടവകയിൽ പ്രാർത്ഥനയും കൂട്ടായ്മയൊക്കെ നടത്തി വന്നാണ്, പുതിയൊരു വികാരിച്ച വന്നപ്പോൾ എല്ലാം മുടക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛാ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പള്ളിയിലൊക്കെ ഇപ്പോൾ അധികം സഹകരിക്കുന്നൊന്നുമില്ല, എല്ലാം ഒന്ന് വിട്ടു നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കാണാൻ വന്നു, ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, എല്ലാം പഴയ പോലെ തന്നെ ചെയ്യുക, കൂട്ടായ്മകളൊന്നും നടത്തണ്ടെന്ന് അച്ഛൻ പറഞ്ഞാൽ നടത്തണ്ട, സാരമില്ല, ഒന്നും വേണ്ട, തൽക്കാലം അത് നടത്തണ്ടെന്നായിരിക്കും ദൈവഗീതം, നടത്തണ്ട. പക്ഷേ എന്ത് ചെയ്യുക, എല്ലാ കാര്യത്തിലും നന്നായിട്ട് പങ്കെടുക്കുക, അതിൻ്റെ പേര് മാറി നിൽക്കാതെ പള്ളിയിലെ ബാക്കി എല്ലാ കാര്യത്തിലും അച്ഛൻ പറയുന്നതിനെല്ലാം കൂടെ നിൽക്കുക, അങ്ങനെ സഹകരിക്കുക. ഇത് കഴിഞ്ഞ് ഈ മനുഷ്യൻ കുറച്ചാൾ മുമ്പ് വീണ്ടും ഇവിടെ വന്നു. പിന്നെ വിളിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയണം, അച്ഛാ ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ആ അച്ഛൻ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അങ്ങ് മാറി. ഇപ്പോൾ ദേ ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊരു അച്ഛൻ വന്നിട്ടുണ്ട്. ആ അച്ഛൻ ആരാധന നടത്തി മതിയാവുന്നില്ല, കൂട്ടായ്മ നടത്തി മതിയാവുന്നില്ല. അച്ഛൻ പറയാണ്, നീ എല്ലാം നടത്തി, ഇത്ര നടത്തിയാൽ പോരാ, നീ കൂടുതൽ നടത്ത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ മേലുദ്യോഗസ്ഥനെ കയറി പിടിച്ചു. ഇപ്പം നിങ്ങൾ ഈ കീഴുദ്യോഗസ്ഥന്മാരോട് അടികൂടി നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥന്മാരോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. മേളിപ്പിടി. നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടുണ്ടോ? പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ കിളി ഇടയ്ക്കിടയ്ക്ക് പറയും, മേളിപ്പിടിക്കാൻ പറയും. മനസ്സിലായില്ലേ? ഈ മേളിപ്പിടിച്ചില്ലേ താഴെ വീഴും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവൻ ചവിട്ടുന്ന ചവിട്ട്, ഓർക്കാപ്പുറത്തുള്ള ചവിട്ട്, മത്സര ഓട്ടത്തിനിടയിൽ ആ ചവിട്ട് ഭീകരമാണ്. അതുകൊണ്ട് അവൻ മേളി പിടിക്കാൻ പറയത്തില്ലേ, അത് തന്നെ സംഭവം. മേളി കയറി പിടിച്ചോണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെയായിരുന്നു. ഇനി എന്തെന്നറിയാമോ, ഈ നേതൃത്വം ഇല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്താ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേതൃത്വം ഇല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നല്ല പ്രബോധനം വാങ്ങിക്കുക എന്നുള്ളതാണ്. ഈ ശരിക്കും മനസ്സിലാക്കണം, അത് നമ്മളെ നയിക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും വഴിതെറ്റിപ്പോവില്ല. നിങ്ങൾക്ക് നല്ല ടീച്ചിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല പ്രബോധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അണുവിട വ്യതിചലിക്കില്ല. ഇപ്പോൾ ഈ കൊറോണ വന്നു, പള്ളിയെല്ലാം അടച്ചു, പള്ളിയിൽ പോകാൻ പറ്റാതായി. പക്ഷേ അണുവിട വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത 10,000 ലക്ഷങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്തുകൊണ്ടാണ് വ്യതിചലിക്കായിരുന്നെന്നറിയാമോ? നല്ല ടീച്ചിങ്, അകത്ത് നല്ല പ്രബോധനം കിടപ്പുണ്ടായിരുന്നു. എന്നാ വന്നാലും അവരിളകില്ല. മനസ്സിലായില്ല? ഇടയനില്ലാത്തതിൻ്റെ സൊല്യൂഷൻ എന്താ? നല്ല പ്രബോധനം കിട്ടണം, വചനം പഠിക്കണം. വചനമാണ് ഇടയൻ. വചനം പഠിക്കണം. വചനം പഠിച്ചാൽ ഏത് സാഹചര്യത്തിലും നമ്മൾ ഇളകില്ല. മനുഷ്യ പറയുന്നതുകൊണ്ട് വന്നു, അയ്യോ പ്രശ്നം, അതാണ് പ്രശ്നം, ഈ പ്രശ്നം, അനങ്ങില്ല, ഇളകില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. നമുക്ക് കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരു ജനത്തെ നമ്മൾ സ്വതന്ത്രരാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവരെ പഠിപ്പിക്കണം. എപ്പോഴും ഓർത്തോണം. അച്ഛന്മാരൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെ പ്രബോധകരായിട്ടുള്ള ആരെങ്കിലും, അല്ലെ പഠിപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഈ ജനത്തിന് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ കിറ്റിനേക്കാളധികം നല്ല പ്രബോധനമാണ്. മനസ്സിലായി? ഇന്ന് രാവിലെ കൂടി ഒരാളുടെ കാര്യം പറഞ്ഞു. നല്ല സഭയിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്ത് ചെയ്യുന്നു, ആരോ ഒരുത്തൻ വന്ന്, ഒരു പെന്തക്കോസുകാരൻ വന്ന് എന്തോ പറഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ പോവാണ് പ്രാർത്ഥനയ്ക്ക്, സ്നാനപ്പെട്ട് അങ്ങനെ പോയിരിക്കുകയാണ്. എന്താ പ്രശ്നം? പ്രബോധനമില്ല. പ്രബോധനം കൊടുത്തിട്ടില്ല. നമ്മുടെ ഇടവകകളിൽ ആളുകൾക്ക് പ്രബോധനം കിട്ടിയിട്ടില്ല. അവരെന്തെങ്കിലും ആരെങ്കിലും വന്ന് പറഞ്ഞ ഉടനെ ഒലഞ്ഞു പോവാണ്. മനസ്സിലായില്ലേ? നിസാരപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അജ്ഞത കൊണ്ട് വഴിതെറ്റിച്ച്. അപ്പോൾ അതുകൊണ്ട് ജനത്തെ അടിമകളായിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പഠിപ്പിക്കാത്തത്. പഠിപ്പിക്കണം, പഠിപ്പിച്ച് കരുത്തരാക്കണം. അപ്പോൾ അതുകൊണ്ട് പഠിക്കണം, വചനം പഠിക്കണം. നമുക്ക് കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.